അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് കലോത്സവ വേദിയിലാണ്. അപ്പോൾ ഇവിടെ മിമിക്രി മത്സരമാണ് അരുൺ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. Please go with me. No, go with me. സമയം ആരെയും കാത്തു നിൽക്കില്ല, അത് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. പ്രഭാതത്തിൽ തന്നെ ശബ്ദങ്ങളുമായി ഞാൻ ഇണങ്ങിച്ചേർന്നു. അപ്പോഴേക്കും അച്ഛൻ പൈപ്പ് മുറിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ നാട്ടിൽ കാട് വളർന്നു കഴിഞ്ഞാൽ ഗ്രാസ് കട്ടർ ഉപയോഗിച്ചാണ് കാട് വെട്ടാറ്. അപ്പോഴേക്കും തൊട്ടടുത്തുള്ള ഒരു ആശാരി പ്ലൈവുഡ് മുറിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കവലയിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഞാൻ അടുത്തുള്ള ഒരു തയ്യൽ കടയിലേക്ക് കയറി. അപ്പോഴതാ തയ്യൽ കടയിലെ TV സ്ക്രീനിൽ ഒരു മിമിക്രി കോമ്പറ്റീഷൻ. कृपया ध्यान दीजिए, गाड़ी नंबर 6500 तिरुवनंतपुरम से बांग्लोर से जाने वाले परेशान एक्सप्रेस। ഒറ്റയ്ക്കു പാടുന്ന പൂകുയിലേ നിന്റെ പാട്ടുപോലുള്ളൊരു പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? സെബാന്, എനിക്കെന്നെ ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ നോട്ടത്തിൽ മാത്രത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടാ. എൻ്റെ ഒരു സ്പാർക്ക് ഉള്ളത് പോലെ കേട്ടാ. പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ഇടിക്കിട്ടാവുന്നത് എന്തിനായിരുന്നു? ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെയൊരു സ്വപ്നം കാണിച്ചത് കണ്ണിന് കാണാനോ ആണോ എന്ന് കേടാതെ തിരിതെളിച്ചിട്ട് തന്നതാ. എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട ഈ മുഖം.
ബാബുസ്വാമിയെ വളരെ കാലം തൊട്ട് ബാബുസ്വാമിയെ എനിക്കറിയാം. ബാബുസ്വാമി എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായി ബാബുസ്വാമി നൃത്തം ചെയ്യും. അപ്പോൾ അരുൺ, ഇതൊക്കെയാണ് ഇവിടുത്തെ മിമിക്രിയുടെ വിശദാംശങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വേദിയിലേക്ക് പോകാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.